ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരുമില്ലാത്ത ഒരവസ്ഥ, ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ, ചിലപ്പോൾ വലിയ ആൾക്കൂട്ടത്തിന്റെ നടുവിലായിരിക്കും നാം നിൽക്കുന്നത്. പക്ഷേ നാം ഒറ്റയ്ക്കായി പോയ അവസ്ഥ. അത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? അതിന് പരിഹാരമുണ്ട്. നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ വലിയ ഒറ്റപ്പെടലുകൾ ഉണ്ടാവാം. വിവാഹത്തിന് പോകുമ്പോൾ അവിടെ വലിയ ആൾക്കൂട്ടമായിരിക്കും. പക്ഷേ അവിടെ നമുക്കൊന്നിനെയും ശ്രദ്ധിക്കാൻ കഴിയാതെ, ആരെയും ശ്രദ്ധിക്കാൻ കഴിയാതെ വെറുതെ യാന്ത്രികമായി ചിരിക്കുക, രണ്ട് ഹായ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക, ഇങ്ങനെയൊക്കെ നാം ധാരാളമായി ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം പല പ്രതിസന്ധികളും ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാവാം, ചിലപ്പോൾ വിവാഹത്തിന്റെ വിഷയമാകാം, ജോലിയുടെ വിഷയമാകാം. അങ്ങനെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും. ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന സാമ്പത്തിക വിഷയങ്ങൾ, അത് കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ, IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ, വർക്ക് ചെയ്ത് തീർക്കുന്നതിന്റെ പ്രശ്നം, തീർത്തില്ലേ പ്രശ്നം, തീർത്ത പ്രശ്നം, പ്രതിസന്ധികളാണ് എന്നും. അവിടെ മറ്റൊരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. പകരം നിങ്ങൾക്കൊരു ഈശ്വര സാന്നിധ്യമുണ്ടെങ്കിൽ, നിങ്ങളോടൊപ്പം ഒരു ദേവ സാന്നിധ്യമുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയും അതിജീവിക്കുവാൻ സാധിക്കും. വിധിപ്രകാരം ഉത്തമ ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് വിധിയാവണ്ണം ജപം നടത്തണം. പലതരത്തിലുള്ള ജപങ്ങളുണ്ട്. അക്ഷരലക്ഷം ജപിക്കുക എന്ന് പറയും. നാം ഏത് ഈശ്വരനെയാണോ ഉപാസിക്കുന്നത്, ആ ദേവതയുടെ മൂലമന്ത്രം എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം തവണ ജപിക്കുക. അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ രീതിയിലുണ്ട്. കുറഞ്ഞത് 1,00,000 തവണ ആ മന്ത്രം ജപിക്കുക. എത്ര തവണ ആ മന്ത്രം ജപിക്കുന്നുവോ അതിൻ്റെ 10-1 ഹോമത്തെ ചെയ്യുക, അതിൻ്റെ 10-1 തർപ്പണം ചെയ്യുക, അതിൻ്റെ 10-1 അന്നദാനം ചെയ്യുക. ഇങ്ങനെ ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ഓരോ ദേവതയ്ക്കും വളരെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ രീതിയിൽ ഈ ആചരണങ്ങളൊക്കെ ചെയ്ത് നമ്മളോടൊപ്പം ആ ദേവസാന്നിധ്യം ഉണ്ടാകും തരത്തിൽ ജപ ധ്യാനാദികൾ ചെയ്താൽ നമുക്ക് ഒരിക്കലും ഒറ്റപ്പെടൽ തോന്നില്ല. നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ, നമുക്ക് സങ്കടമുണ്ടാകുമ്പോൾ നമ്മളോടൊപ്പം ആ ദേവസാന്നിധ്യം ഉണ്ടാകും. ഒരു ഗുരുവായി, വഴികാട്ടിയായി. നമുക്ക് ഒരു അപകടം വരുന്നതിന് മുമ്പ് നമുക്ക് ബോധ്യപ്പെടും നമുക്കൊരു ദുരന്തം വരാൻ പോകുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. ഏതു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദേവസാന്നിധ്യമായി അത് മാറും. നമുക്ക് പാരമ്പര്യമായി കുടുംബക്ഷേത്രമോ പൈതൃകമായി മറ്റേതെങ്കിലും ക്ഷേത്ര സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ ആ ദേവതയെ നമുക്ക് ഉപാസിക്കാം. അതല്ലെങ്കിൽ ജാതകം പരിശോധിച്ച് അതിനകത്തിലെ ലഗ്നം 5, 9 തുടങ്ങിയ ഭാവങ്ങളൊക്കെ പരിശോധിച്ച് ഏത് ദേവതയെ പ്രീതിപ്പെടുത്തിയാലാണ് നമുക്ക് ഐശ്വര്യമുണ്ടാകുന്നത്, നമുക്ക് യോജ്യമായത് എന്നൊക്കെ ചിന്തിച്ച് നമുക്കൊരു ദേവസാന്നിധ്യത്തെ കണ്ടെത്തി, ശിവനാകട്ടെ, മഹാലക്ഷ്മി ആവട്ടെ, സുദർശനമൂർത്തിയാവട്ടെ, അതല്ലെങ്കിൽ ഗണപതി, ഭദ്രകാളി തുടങ്ങി ഏത് ദേവതയെ വേണമെങ്കിലും നമുക്ക് ഉപാസനാമൂർത്തിയായി സ്വീകരിക്കാം. ആ ഉപാസനാമൂർത്തിയുടെ വിധിപ്രകാരമുള്ള ജപ ധ്യാനാദികൾ നടത്തിയാൽ ആ ദേവസാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ ഇനിയുള്ള ജീവിതം മുഴുവൻ ആ ദേവസാന്നിധ്യം നമ്മെ നയിക്കും. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രതിസന്ധികളെ അകറ്റുവാൻ സാധിക്കും. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും. അതിന് കൃത്യമായ വിധാനത്തിൽ ഒരു ഉപാസന ചെയ്യുക. ആ ഉപാസന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കും.